ദേശീയപാത 66 നമ്മൾ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. നമ്മുടെ ഇപ്പോൾ കണ്ണൂരത്തെ റീച്ചായ നമ്മുടെ നീലേശ്വരം മുതൽ തളിപ്പറമ്പ് കുറ്റിക്കോൽ വരെയുള്ള റീച്ചിൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് നീലേശ്വരത്താണ് മൂന്നാമത്തെ റീച്ച് തുടങ്ങുന്നത്. അത് ഏറ്റെടുക്കുന്നത് മേഘ കമ്പനിയാണ്. മേഘ കമ്പനിയുടെ വർക്കിൻ്റെ ഭാഗത്ത് നേരെ കണ്ണൂർ തളിപ്പറമ്പ് ചുടല ഭാഗത്ത് ABC ഹൗസ് കുറേ ബിൽഡിങ്ങാണ് കാണുന്നത്. അതിൻ്റെ താഴെയായി വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ട്. അതിലേക്ക് പാറക്കൂട്ടം കണ്ട പാറ ഇങ്ങനെ താഴോട്ട് ഇടിഞ്ഞു വീണു. നല്ല ചലഞ്ചിങ്ങായ ഏരിയ ആണ് നമ്മളെ ഈ ചുടല ഭാഗത്തൊക്കെ. ചുടല ഭാഗത്ത് ചെറിയൊരു വയഡക്റ്റ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ തളിപ്പറമ്പ് നേരെ പോകുമ്പോൾ തളിപ്പറമ്പ് കുപ്പം ഭാഗത്തും ഒരു വയഡക്റ്റ് ചെയ്യുന്നുണ്ട്. ആ കുപ്പം പാലം കഴിഞ്ഞുള്ള ഭാഗത്തു നിന്നാണ് തളിപ്പറമ്പ് ബൈപ്പാസ് സ്റ്റാർട്ട് ആകുന്നത്. ഞാൻ സൂമായിട്ട് കാണിച്ചത് ആ പാലം വയഡക്റ്റ് കഴിഞ്ഞ് നേരെ കുപ്പം പാലം സൂമായിട്ട് കാണുന്നത് നമ്മുടെ തളിപ്പറമ്പ് ബൈപ്പാസ് ഇങ്ങനെ പോകുന്നത്. പട്ടോർ റോഡ് കൂടി പോകുന്നത് കുറ്റിക്കോൽ വരെയാണ് തളിപ്പറമ്പ് ബൈപ്പാസ് വരുന്നത്. എന്തായാലും ഈ ഭാഗത്ത് നല്ല രീതിയിൽ ഇവർക്ക് ബുദ്ധിമുട്ടേറിയ ഒരു ഭാഗം കൂടിയാണ്. ഞാൻ ഇവരെ കുറ്റപ്പെടുത്തുന്നതല്ല. നമുക്കറിയാം ഈ കുന്നുകൾക്കിടയിലൊക്കെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ സൊല്യൂഷൻ കണ്ടെത്തിയത് ഇവിടെ റീറ്റെയിലിംഗ് വലിയ വാളുകൾ നിർമ്മിച്ചിട്ട് ആണ് ഇവർ സൊല്യൂഷൻ കണ്ടെത്തിയത്. എല്ലാവരും നമ്മൾ കാണുന്ന ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അപകടം വലിയ പാറക്കല്ലുകളാണ് ഇപ്പോൾ നമ്മളെ ചെറുതൂർ കട്ടിച്ചാൽ വരെയുള്ള ഭാഗത്തൊക്കെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പല ഭാഗത്തും കുരിയാട് ഭാഗത്തൊക്കെ മണ്ണിടിച്ചിലുണ്ടായിട്ട് പാലമൊക്കെ കുരിയാട് വയലിൻ്റെ ഭാഗത്തൊക്കെ ഇടിഞ്ഞു വീണിട്ട് വലിയ അപകട ഭീഷണിയൊക്കെ നേരിട്ടത് നമ്മൾ കണ്ടതാണ്. പല ഭാഗത്തും ദേശീയപാതയുടെ ഭാഗമായിട്ട് വലിയ ഭീഷണിയൊക്കെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നേരെ തളിപ്പറമ്പ് നേരെ പയ്യന്നൂർ ഭാഗത്തോട്ട് പോകുമ്പോൾ ആ ഭാഗത്തായിട്ടാണ് ഇപ്പോൾ ചുടല കഴിഞ്ഞ് ആ ഭാഗത്തായിട്ടാണ് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്.